ഹായ്, നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് പച്ചക്കറി ഇങ്ങനെ പാകോട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ് പറിച്ച് വെക്കാം. കുറച്ച് തക്കാളിയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, കുറച്ച് മുളകുണ്ട്, ബാക്കി നമ്മുടെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ നമുക്ക് കാണാം. ഈ ചാനലിൽ കൂടെ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളി പഴുത്തിടപ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഒരു തക്കാളി നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ കുറേയൊക്കെ ഇങ്ങനെ പാകമാകാൻ വേണ്ടി കിടപ്പുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നന്നായിട്ട് പിടിച്ചു വന്ന തക്കാളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ കൂമ്പൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. എന്തോ പുഴുവിൻ്റെ എന്തോ ആക്രമണമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ അപ്പുറത്ത് നമുക്ക് വേറെ കുറച്ചുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ പാകമായിട്ട് ഒരു തക്കാളി നമുക്ക് നമ്മുടെ തക്കാളി മരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക നമ്മൾ നേരത്തെ വിളഞ്ഞ് കിടന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒടിച്ചിട്ടിട്ടുണ്ട് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പറിച്ച് നോക്കാം. ബാ, ഈ വെണ്ടക്ക നമ്മൾ ഇച്ചിരി നേരത്തെ ഒടിച്ചിട്ടതാണ്, കാരണം അല്ലെങ്കിൽ അത് മൂത്ത് പോകും. അതൊന്ന് കണിച്ചെടുക്കാം. ഇത് ഈ ഒരു വെണ്ടക്ക ഉണ്ട്, ഇത് നമ്മൾ ഇനിയിപ്പോൾ അടുത്തുണ്ട്, ഒപ്പം കൂടെ ഉണ്ട്. അത്യാവശ്യം വെണ്ടക്ക നമുക്ക് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. കാരണം ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ കിട്ടും. ഇനി അതിനകത്തിട്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു തോട്ടത്തിൽ നിന്ന് മാത്രമേ ഇപ്പോൾ ഒരു 4 വെണ്ടക്ക കിട്ടിയിട്ടുണ്ട്. 4 വെണ്ടക്ക കിട്ടിയിട്ടുണ്ട്. ഇനി വെണ്ടക്ക നമുക്ക് അപ്പുറത്തുണ്ട്, അവിടെ നമുക്ക് നോക്കാം. കുറച്ച് വെണ്ടക്ക നമുക്ക് ഇവിടെ ഇപ്പുണ്ട്, ഒരു 3-4 ചൂട് നമുക്ക് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിലും കുറച്ച് വിളഞ്ഞ് കിടപ്പുണ്ട്, അത് നമുക്കങ്ങ് എടുക്കാം. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ മൂപ്പിക്കേട്ടേക്കുമാണ്. ഇത് നല്ലൊരു വെണ്ടയ്ക്കാണ്. അപ്പോൾ അത് അപ്പുറത്ത് പറഞ്ഞുണ്ട്. ഈ വെണ്ടയ്ക്ക നമുക്ക് ഭയങ്കര ലാഭമാണ്. കാരണം ഒരു 3 ദിവസം കൂടുമ്പോൾ നമുക്കൊരു 5-8 ഇങ്ങനെ കിട്ടും. ഒരു കറിക്കുള്ളത് എങ്ങനെ പോലും കിട്ടും. ഇപ്പോൾ തന്നെ ഏകദേശം ഉണ്ട്, 3 ഇവിടെ നിന്നും കിട്ടി. ഇപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് കാണിച്ചു കൊടുത്തതേ. ടോട്ടൽ നമുക്ക് വേണ്ട 2 ദിവസത്തേക്കുള്ള കറിയാണ്. കാരണം ഞാനും അമ്മയും വൈഫും മാത്രം, ടിൻഡു മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾക്കൊരു 2 ദിവസത്തേക്ക് ഒരു തോരനും ഒരു മെഴുക്കുവരട്ടിയും വെക്കാനുള്ള കറി ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ചെറിയ ഭാഗമൊക്കെ മാത്രമേ ഇപ്പോൾ പിടിച്ചിട്ടുള്ളൂ. കാരണം അതെല്ലാം നമ്മൾ കവറിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ വിളവെടുക്കാൻ പാകത്തിനുള്ള പാവയ്ക്കൊന്നും ഇപ്പോൾ ആയിട്ടില്ല. നമ്മൾ നല്ലൊരു പന്തലൊക്കെ കെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കുമാണ്. പക്ഷേ നിങ്ങളെ കാണിക്കാൻ പാകത്തിന് വിളഞ്ഞു കിടക്കുന്ന പാവയ്ക്കൊന്നും ഇല്ല. അപ്പുറത്തൊരു ചെറിയ പാവക്കത്തോട്ടുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, അപ്പുറത്തൊരു പാവക്കത്തോട്ടുണ്ടെന്ന്. ഇതും ഒരെണ്ണം പിടിച്ചെടുപ്പുണ്ട്. അത് വളരെ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ, അധികം വലുതായിട്ടില്ല. അപ്പുറത്ത് ഈ കാണുന്ന പൂ പാവക്കയുടെ അല്ല, പീച്ചിങ് ഉണ്ട്. അതിനകത്ത് ഒരു തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രാണി ഇരിക്കുന്നത്. ഇതേപോലത്തെ പ്രാണികൾ വന്നിട്ടാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ അടുത്ത് വിളവെടുപ്പ് നടത്തിയൊരു സാധനമാണ് ഈ ബ്രിഞ്ചാൾ. നിങ്ങളോട് എന്തോ പറയുന്നത്, നമ്മളുടെ ബ്രിഞ്ചാളെന്നാണ് പറയുന്നത്, വഴുതനങ്ങ. ഇത് അത്യാവശ്യം നമുക്കൊരു 10-30-40 വിളവെടുപ്പ് നമ്മൾ വീട്ടിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം ഇത് ശോചനീയാവസ്ഥയിലാണ്. അതേപോലെ തന്നെയുള്ളതാണ് ഈ ഒരു വഴുതനങ്ങ, മറ്റേ വെള്ള കളറിലെ വഴുതനങ്ങയില്ലേ, അതും അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തൊരു സാധനമാണ്. ഇപ്പോൾ ഇത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടതാണ്, പക്ഷേ അത് അത്യാവശ്യം പഴുത്തു പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവസാനത്തെയാണ്. ഇനിയിപ്പോൾ ഒരു കായും പൂവൊന്നും കാണുന്നില്ല. മിക്കവാറും ഓൾമോസ്റ്റ് ഇതൊരു അവസാനത്തെയാണെന്നാണ് തോന്നുന്നത്. ഇതുണ്ട്, കുറച്ച് ചീര നമുക്കിവിടെ ഉണ്ട്. കുറച്ചധികം ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊക്കെ വന്നപ്പോൾ ബാക്കിയൊക്കെ അത്യാവശ്യം നമ്മൾ പറിച്ചെടുത്ത്. ഇതിപ്പോൾ ഇനി ഒരു എന്താ പറയുക, ഒരു 3-4 ഗ്രോ ബാഗിൽ നിൽക്കുന്ന കുറച്ച് ചീര മാത്രമേ ഉള്ളൂ.
അതൊന്നും പാകമായിട്ടില്ല. പാകമാകുമ്പോൾ അത് ഒരു തോരനുള്ള രീതി നമുക്ക് ഇവിടെ നിന്ന് ഒപ്പിക്കാം. പച്ചക്കറി ഒരു തൈ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ച് നിൽപ്പുണ്ട്. കണ്ട 2-3 പഴുത്തിപ്പുണ്ട്. അപ്പോൾ വിളവെടുപ്പിന് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് പറിച്ചു നോക്കാം. ഇങ്ങനെ വിളവെടുക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ നീ പോകും. ചുമ്മാ നിൽക്കുന്നതിനെക്കാട്ടും എന്തുമാത്രം ബെറ്റർ ആണല്ലോ ഇങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. എവിടെയാണ്? പറിക്കാൻ ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് അങ്ങോട്ട് വരാം. അപ്പം നിബുവാണ് എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് ക്യാമറാമാനായിട്ടുള്ള നിബുവിൻ്റെ ചേച്ചിയാണ്. നീയാണ് അവസാനം കാണിച്ചു തരാം. നീയാണ് നമുക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത്. നീ വല്ലതും ഉണ്ടോ നോക്കടാ. മൊത്തമായാ? ഇല്ലടാ, വിളഞ്ഞാൽ മാത്രം മതി. ഒരു ബ്രൗൺ കളർ വരത്തില്ല, അതാണ് ചെനച്ചടക്കുന്നത്. ഏതാണ് ചെറുതായിട്ട്? എവിടെയാ? ഇതല്ലേ നീ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു കേട്ടോ. തീർന്നെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്. ബാക്കി ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ബാക്കിയും കൂടെ വിളവായിട്ട് വരും. ഇത് ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരെണ്ണം വിളഞ്ഞെടുക്കണം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പച്ചവള തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. കട്ടികളി ഇതുണ്ട്. ഇത് ഒരു തരത്തിലുള്ള ബ്രിഞ്ചാളാണ്. നമ്മൾ നേരത്തെ ഒരു ടൈപ്പ് ബ്രിഞ്ചാൾ കണ്ടിരുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബ്രിഞ്ചാളാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇതും നല്ല രീതിയിൽ പിടിച്ചു വന്നതാണ്. പക്ഷേ പെട്ടെന്ന് ഈ കൂമ്പിനൊരു മുരടിപ്പ് വന്ന് ഇതിങ്ങനെ നിന്നുപോയി. പിന്നെ അതിൽ നിന്നൊരു പൂവോ കായോ ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ അത്യാവശ്യം വിളഞ്ഞെടുക്കുമാണ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തെങ്കിലും നാളത്തേക്ക് എന്തായാലും പച്ചക്കറി ആയിട്ടുള്ളത് കൊണ്ട് ഇത് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കറിക്കായിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ വിളവെടുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ വീട്ടിൽ ഞാനും അമ്മയും ടിൻറ്റുവും ഞങ്ങളില്ലാതെ നിബു നിയ ഞങ്ങളെല്ലാവരും കൂടെ നട്ട് വളർത്തി വലുതാക്കിയെടുത്ത ഒരു 5-8 തരം പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൻ്റെ അത് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു 10-12 എന്താ പറയുക വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇതെന്തോടെ ഇത് തക്കാളി കിട്ടിയിട്ടുണ്ട്. തക്കാളിയാണെന്ന് എനിക്കറിയാൻ കേട്ടോ. ഞാൻ ഇവിടേക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പിന്നെ നമുക്കൊരു 10-15 പച്ചമുളകും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നേരത്തെ കാണിച്ച പോലെ ബ്രിഞ്ചാൾ അത്യാവശ്യം വിളവെടുക്കാനായിട്ട് നടപ്പുണ്ട്. ഒരു വെണ്ടയ്ക്കല്ല, ബാക്കി എത്ര വെണ്ടയ്ക്കുണ്ട്? ഒരു 10 വെണ്ടയ്ക്കകളുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ഒരു ദിവസത്തെ വിളവെടുപ്പാണ്. ഇനിയും വിളവെടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അടുത്തൊരു വിളവെടുപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു ബൈ പറഞ്ഞേക്ക്. ബൈ.